Hi. You all from Philippines? Yes. So let's move out to next destination, Bohol. ലോങ് ഡേ ആണ്. ബോഹോളിൽ പോകണം. ബോഹോളിന് വൈകിട്ട് സെബുവിലേക്ക് പോകണം. സെബുന്ന് മനിലയിലേക്ക് പോകണം. സോ ഇറ്റ്സ് എ ലോങ് ജേർണി. ഗുഡ് മോർണിംഗ്. സോ നമ്മളിത് ആ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാണ്. നമുക്ക് 8:20 ബോഹോളിലേക്ക് ഒരു ഫെറി ഉണ്ട്. സോ തിരിച്ചു പോകണം. ബൈക്ക് കൊടുക്കണം. ബൈക്കിൻ്റെ ചാവി മിസ്സായി പോകണ്ടല്ലോ. അതിൻ്റെ പേയ്മെൻറ്റും കാര്യമൊക്കെ ക്ലിയർ ചെയ്യാണ്ട്. സോ നമ്മൾ ലെറ്റ്സ് മൂവ്. നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. അതാണ് ഞാൻ നല്ല കാണിച്ചു കേട്ടോ. നേരെ ബീച്ച് കാണുന്നതാണല്ലോ. അടിപൊളി നല്ല സെറ്റപ്പാണ്. ഇവിടെ എല്ലാം ഏറ്റവും കുറഞ്ഞൊരു പാക്കേജ് വരുന്ന സ്ഥലമാണ് ടോറീസ് ബാക്ക് പാക്കേജ് പാരഡൈസ് എന്നാണ് കേട്ടോ. അവിടെ അവരെ റെസ്റ്റോറൻറ്റും ഉണ്ട് കാണുന്ന. ബൈക്കും കാര്യമൊക്കെ നിർത്തിയിട്ടാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നല്ല ഡീസൻ്റ് അക്കോമഡേഷൻ ആയിരുന്നു. സോ ലെറ്റ്സ് മൂവ് ഔട്ട്. നമ്മൾ ബൈക്ക് രണ്ടില് തിരിച്ചു കൊടുത്തു. നമുക്ക് 1.5 മണിക്കൂർ കൂടി ഉണ്ട്. ഇതാണ് ഈ കാണുന്നതാണ് പോർട്ട് ഓഫ് സിക്യൂർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം സിക്യൂറിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഐലൻഡ് ആണെന്ന് പറയുന്നത്. പക്ഷെ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് ഹോസ്റ്റൽസ് ഉണ്ട് ബാക്ക് പാക്കേഴ്സിന് പറ്റിയ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാണാനുള്ള പ്ലേസസ് ഉണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചതിൽ ശരിക്കും എനിക്ക് ഇന്നലെ കുറച്ച് ടൈം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ പോകാതിരുന്ന സലങ്ദൂങ് ബീച്ച് ഉണ്ട്. അതുപോലെ അണ്ടർ വാട്ടർ കേവ് ഉണ്ട് ഇവിടെ. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഒരു 2 days ഒക്കെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ചെക്ക് ഇൻ കൗണ്ടർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ബാഗ് കൊടുക്കണമായിരുന്നു അറിയില്ല. പക്ഷെ ബാഗ് അവന്മാർ കൊണ്ടുപോയി. 50 peso അതിനൊരു ചാർജ് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ ചാർജ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ അവിടെ കാണിച്ച പോലെ ടെർമിനൽ ഫീ എന്ന് പറഞ്ഞിട്ട് അവിടെ 15 peso കൊടുത്തിരണം മത്തിമാഘട്ടില്. അതുപോലെ ഇവിടെ പോർട്ടിങ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഓൺലൈൻ എടുത്ത ടിക്കറ്റ് ആണെങ്കിൽ ഇവിടെ ഓഷ്യൻ ജെറ്റിനാണെങ്കിൽ ഏതാണോ കമ്പനി ആ കമ്പനിയുടെ കൗണ്ടറിൽ കൊണ്ടുകൊടുത്ത് അവർ നമുക്ക് സീറ്റ് അടിച്ചിട്ട് പിന്നെ 23 B നമുക്ക് സീറ്റ് കിട്ടി. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് അവിടെ ചെക്ക് ഇൻ കൗണ്ടർ ഉണ്ട്. ചെക്ക് ഇൻ കൗണ്ടറിൽ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവിടെ ബാഗ് കൊടുക്കാണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 50 peso അതിനും കൊടുത്തു. സോ അത് കഴിഞ്ഞിട്ട് ഒരു ബാഗ് അവരുണ്ട്. എനിക്കൊരു ബാഗ് അവർ അവിടേക്ക് എത്തിച്ചു തരലായിരിക്കും ഉണ്ടാവുക നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് സെയിം എയർപോർട്ട് പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് അയ്യോ നമ്മൾ അന്ന് അവിടുന്ന് സിക്യൂർന്ന് കൊണ്ടുവന്ന സെയിം ടൈപ്പ് ഓഫ് തന്നെയാണ് കേട്ടോ. അതേപോലെ വേറൊരു കമ്പനിയുടെ അവിടെ കിടക്കുന്ന ഇത് വേറൊരു സ്ഥലത്ത് നിന്ന് വന്നതാണോ. നല്ല രസമില്ല. 3 നാട്ടിലായിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ നോക്കിക്കല. എന്താ ഓപ്ഷൻ ഒന്നും ഇല്ല. നമുക്ക് ചെറിയ ബോട്ടാണ്. സോ നമ്മളെത്തിയിട്ട് നമ്മളെ സെയിം എന്താ പറയാ നമ്മൾ അന്നോ അങ്ങോട്ട് വന്ന പോലെ തന്നെ ആ ഒരു കൈൻഡ് ഓഫ് ചീറ്റിങ് കാര്യങ്ങളും തന്നെയാണ്. പിന്നെ നമ്മളെ ലഗേജും കാര്യങ്ങളും എടുക്കണം. ഫ്ലൈറ്റുമായി തന്നെ കേട്ടോ. പിന്നെ അറൈവൽസ് ഉണ്ട്. അങ്ങനെ കുറെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മളെ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്കിന്ന് വൈകുന്നേരം വീണ്ടും ഒരു ഇതുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ബൈക്ക് എടുക്കാം. പെട്ടെന്ന് 1-2-3 സ്ഥലം കറങ്ങിയിട്ട് പോവാം. അത്ര ഉള്ള പ്ലാൻ കേട്ടോ. Hello. Yeah. You have enough already? Yeah. But late, sir? Going to Pangalau? Where you going, sir? You have bike? Yes, this is Chocolate Hills, and then after Chocolate Hills, you can do. You eat lunch here. You want to eat? So 1 hour. So that will take extra cost? Yes, 1 hour. The floating restaurant. ഞാനത് ആ തെഗ്ലിബറാൻ പോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വന്നപ്പോൾ ബൈക്കിന്റെ ആൾക്കാരെ കിട്ടി. You push my. Come. Yes. You push my motor. You Which one? Your friend. Yeah. A strong motor rental, but they don't give me good discount. Only little discount only. So ഒരു ദിവസത്തേക്ക് 400 എങ്ങനെയാണ്. ഞാൻ 250 പറഞ്ഞു തന്നിരുന്നു. പക്ഷെ അവർ 300 ലാസ്റ്റ് തന്നത്. സോ ഇതാണ് നമ്മുടെ ബൈക്ക്. നമ്പർ പ്ലേറ്റ് ഇവിടത്തേക്ക് നമ്പർ പ്ലേറ്റ് പുറകിൽ മാത്രമേ ഉള്ളൂ തോന്നിട്ടോ. സോ ഹെൽമെറ്റും കാര്യങ്ങളും എന്തൊക്കെ തന്നെ. അപ്പൊ ഇവിടുന്ന് തെഗ്ബിലറാന്ന് ഇറങ്ങിയിട്ട് നേരെ വരുന്നേരം തന്നെ ഉണ്ട് മോട്ടോർ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. എനിക്ക് ആകെ 5 മണിക്ക് തന്നെ അടുത്ത ഫെറി ഉണ്ട് സെബുലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ ഞാൻ അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് അധികം ബാർഗെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. ഓൾറെഡി ബോട്ട് 1 hour ലേറ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് ഇത് അവിടെ ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളും ഓപ്ഷനൊക്കെ ഉണ്ട്. 2-3 ഷോപ്പ് ഉണ്ട്. നിങ്ങൾ ഒരു ദിവസത്തേക്ക് 300 പറഞ്ഞാൽ കിട്ടും. എനിക്ക് ആകെ 6 മണിക്കൂറുള്ളൂ. പക്ഷെ അവർ ഒരു ദിവസം അല്ലാണ്ട് കൊടുക്കുന്നില്ല അങ്ങനൊന്നും. ഓക്കെ. സോ എൻ്റെ ഐഡിയും കാര്യങ്ങളും ആധാർ കാർഡൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഫുൾ ടാങ്ക് ആണ്. തിരിച്ചു വരുമ്പോൾ ഫുൾ ടാങ്ക് അടിച്ചു വെക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം ദൂരം കവർ ചെയ്യാണ്ട്. സോ വി ആർ ലീവിങ്. ഓക്കെ, ബൈ ബൈ.
أشهد أن محمد رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر ഞാനിവിടെ എത്തിയ സമയത്ത് ഒരു മസ്ജിദ് നൂർ എന്ന് പറഞ്ഞ പള്ളി കണ്ടു. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉള്ളിൽ നിസ്കരിക്കാൻ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. സോ അതിന്റെ നിസ്കാരം പരിപാടികളൊക്കെ കഴിഞ്ഞു. ചോക്ലേറ്റ് ഹിൽസിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഓടാനുണ്ട്. സോ യു ആർ ലിവിങ്. എനിക്ക് ജമ്മു കശ്മീരായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചിറങ്ങിയത്. സോ അവിടുന്ന് നമ്മൾ വന്ന് ഷട്ടിലിന് മേലോട്ട് ചോക്ലേറ്റ് ഹിൽസിന്റെ മേലോട്ട് പോകാനില്ല. ചോക്ലേറ്റ് ഹിൽസ് വ്യൂ പോയിന്റിലേക്കാണ് വരേണ്ടത്. എന്നിട്ട് അവിടുന്ന് 100 ഇതിന് ബസ്സോന് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വണ്ടി ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഷട്ടിലുണ്ട് പോലെ. ഈ ഷട്ടിലാണ് നമ്മൾ മേലോട്ട് പോകേണ്ട പോലെ. ഷട്ടിൽ വാന് എവിടേക്ക് പോകുന്നത്? സോറി, only one person. Can sit here? Oh, I missed your entry. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഇവരെല്ലാവരും നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മള് ഫൈനലി മുകളിലെത്തി. നമ്മള് ഷട്ടിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി തരും. അപ്പോൾ അവർ നമ്മളെ ടിക്കറ്റിന്റെ ഒരു പോർഷൻ അവരെടുക്കും. ഇതാണ് ഐ ലവ് ചോക്ലേറ്റ് ഹിൽസ്. ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ മുകളിൽ പോകണം, എന്നാലാണ് കാണാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ്. ഓ, ആ കാണുന്നതാണ് ചോക്ലേറ്റ് ഹിൽ. ഇതൊക്കെയാണ് ഇവിടെ ചോക്ലേറ്റ് ഹിൽസ് എന്ന് പറയുന്നത്. ഇതാണ് ബഹുളിലെ ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഹിൽസ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം 50 ഏക്കറോളം സ്ഥലത്ത് 1276 ചോക്ലേറ്റ് കുന്നുകളുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഇത് ചോക്ലേറ്റ് ഹിൽസ് എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇതിന്റെ ഗ്രീൻ കളറ് നമ്മൾ ഈ ഡ്രൈ സീസൺ സമ്മർ സീസൺ ആവുന്ന സമയത്ത് ഉണങ്ങിയിട്ട് ഇങ്ങനെ ഒരു ചോക്ലേറ്റിന്റെ കളറായി മാറും. അതുകൊണ്ടാണ് അതിനെ ചോക്ലേറ്റ് ഹിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് വ്യൂ പോയിന്റ്സിന് മുകളിലേക്ക് കയറാം. ഇതാണ് ഇവിടെ അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പടികൾ കയറാണ്ട് നമുക്ക് ഓട്ടി കയറുന്നതായിരിക്കും നല്ലത്. സോ വ്യൂ പോയിന്റിന്റെ മേലെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. കാണുന്നില്ല, ഒരുപാടുണ്ട് കേട്ടോ, ഏക്കർ കണക്കിനുണ്ട്. ഇവിടെ ATV ബൈക്സ് ഉണ്ട് കേട്ടോ. ആ ബൈക്സ് വെച്ചിട്ട് നമുക്ക് കാണുന്നുണ്ടാവല്ലോ, കുറച്ച് ലോങ് ആണ്. അതിനുള്ളിൽ കൂടെ ഓടിക്കാനുള്ള സൗകര്യം ഉണ്ടോ അവിടെ. ടോപ്പിൽ നമ്മളെ ഇതിൽ കാണാൻ പറ്റും. ഈ പോയിന്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കുറേ ഉണ്ട്, ബാക്കോട്ടൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് 1276 കുന്നുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതുപോലത്തെ 150 ഏക്കറില് ചുറ്റുപാടൊക്കെ കാണുന്ന അങ്ങനെ തന്നെയാണ്. ഒന്നുകൂടി സംഭവം നല്ല ചോക്ലേറ്റ് കളറിലെ കായ വരും. അവിടെ നിന്ന് തന്നെ നമുക്ക് റിട്ടേൺ ഉണ്ട് ഷട്ടില്. ആ ഷട്ടിലിൽ തന്നെ കയറി റിട്ടേൺ എത്തി. ഇനിയിപ്പോൾ നമുക്ക് 2 സ്ഥലം കൂടി കറങ്ങാനുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ലേറ്റ് ആയി. സോ ലെറ്റ്സ് എക്സ്പ്ലോർ. 6 hours ഇൻ ബഹുളാണ് നമ്മളുടെ ടാസ്ക്. സോ ഓൾറെഡി നമ്മൾ 3 hours കഴിഞ്ഞു. അപ്പോൾ നമ്മളെ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് ടാർസിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങൻ എന്നാണ് കേട്ടോ അവർ അറിയപ്പെടുന്നതിന്. അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് എൻട്രൻസ് കയറുന്നത്. അവിടെ 170 ആണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. These are the smallest primate in the world. They are nocturnal animal, which means active at night, sleep or rest during. പകൽ സമയത്ത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, രാത്രിയാണ് ഉണ്ടാവുമല്ലോ. ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാവും പോലും. ഇന്തോനേഷ്യയിലും ഇവിടെയും മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുന്നത്. ഡാനിലൊക്കെ അങ്ങനെയാണ് ഉള്ളിൽ. അതായത് സൈലന്റ് ആയിട്ട് നിൽക്കണം. ഇപ്പൊ നമ്മൾ കാണിച്ചില്ലേ, അതാണ് ആ കണ്ടിട്ടുള്ളത് സാധനം. വളരെ ചെറിയൊരു സാധനമാണ്, ഏറ്റവും സ്മോളസ്റ്റ് ഇതെന്നാണ് പറയുന്നത് വേൾഡിൽ തന്നെ. അപ്പോൾ ഈ പകൽ സമയത്ത് അത് ഉറങ്ങായിരിക്കും, രാത്രിയാണ് എണീക്കുക, ആക്റ്റീവ് ആവാം. 15 കിലോമീറ്റർ അങ്ങ് ഓടാനുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പോത്തത് നേരെ ചോക്ലേറ്റ് ഹിൽസ് വന്നു. ചോക്ലേറ്റ് ഹിൽസിൽ നിന്ന് ഇവിടെ വന്നു. ഇനിയിപ്പോൾ ലബോക് റിവറും തിരിച്ചങ്ങനെ പോകുന്നുണ്ട്. ഞാൻ റൂട്ട് മാപ്പ് ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിൽ ഒരുപാട് സാധനങ്ങളുടെ ഷോപ്പുണ്ട് കേട്ടോ അവിടെ. സാനിറ്ററി ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസുള്ള ബഹുളിനെ പറ്റിയുള്ള സാധനങ്ങളും
പിന്നെ ഈ ഒരു കുരങ്ങൻ്റെ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചുള്ള ഷോപ്പുണ്ട്. ഇതുവഴി വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ. സോ ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. പീപ്പിൾ വിൽ ബൈ ഫ്രം ഹിയർ. ഈ ടാർസിയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കുരങ്ങന ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു ഏരിയ മൊത്തം അവരുണ്ടാക്കിയിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ ഒരു മാൻമെയ്ഡ് ഫോറസ്റ്റ് തന്നെ ഉണ്ട്. ഒരു വെച്ച് പിടിപ്പിച്ച ഒരു കാടായിട്ട് ഉണ്ടാക്കിയെടുത്ത ഇതാണ് ഈ ഒരു സാധനമാണിത് പറയുന്നത്. ഉണ്ടോ, ലൈറ്റ് വെഹിക്കിൾസിന് മാത്രമാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ കുറെ റെസ്ട്രിക്റ്റഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ അവർ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഈ ഒരു ടാർഷിയറിന് വേണ്ടി മാത്രം കേട്ടോ. അത്ര ഇതാണ് അവർക്ക്. അങ്ങനത്തെ കൺസർവേറ്റീവ് ഏരിയ ആണ്. ഒരു സ്ഥലം കാണിച്ചു തരാം. ഞാൻ വയനാട്ടില് മുത്തങ്ങയിലെത്തിയ വയനാട് അങ്ങനെയുണ്ട്. കംപ്ലീറ്റ് ഫോറസ്റ്റ് കേട്ടോ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ, ദിസ് ഈസ് എ മാൻമേഡ്. ഇവരുണ്ടാക്കിയെടുത്താണ്. മാൻമേഡ് ഫോറസ്റ്റ് ആണത്. അപ്പൊ അവിടെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ അതിനുണ്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ആ ഒരു ഫോറസ്റ്റ് സെറ്റപ്പിലാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഫോട്ടോ എടുക്കാന്നുള്ള ഏരിയ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടാണ്, കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫോറസ്റ്റ് ഇങ്ങനെ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നത്. എത്ര ദൂരത്തിലുണ്ടാക്കിയാണ് നോക്ക്. ഇതാണ് ലൊബോക്ക് എന്ന് പറഞ്ഞ റിവറാണ് കേട്ടോ. ലൊബോക്ക് റിവറിന് ഒരു ബോട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നൊക്കെ പരിപാടി ഉണ്ട്. അതൊരു 1000 പെസോന്റെ അടുത്ത് വരും. ടൈമില്ല, നല്ല ടൈം. അത് ഉച്ചക്ക് മുമ്പേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അകത്തൂടെ ഈ ക്രൂയിസ് പോകുന്നതിനാണ് ഈ ഒരു ഇവിടെ ഒരു ക്രൂയിസ്, അപ്പുറത്തെ ഒരു ക്രൂയിസ് കാണുന്ന. കംപ്ലീറ്റ്ലി ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റീസിൽ ഒന്നാണ് ഈ പറയുന്ന സാധനം. 1 അവറിന് 1000 പെസോ ആണ്. ഇവിടെ വണ്ടി നിർത്തി ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിൽ കയറാൻ പറ്റും. അപ്പൊ ഗവൺമെന്റ് ഓതറൈസ്ഡ് സാധനം തന്നെ ആയിരിക്കും ബോട്ടും കാര്യങ്ങളൊക്കെ. സോ 1000 പെസോ ഫോർ 1 അവർ ആണ്. ദിസ് ഈസ് ഹൗ ഇറ്റ്സ് ലുക്ക് ലൈക്ക്. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക സംഭവം കാണാനൊക്കെ. സോ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ എടുത്തത്. എസ്റ്റോങ് മോട്ടോർ റിയൽ മരിയ മോട്ടോർ റെന്റൽ എന്ന് പറഞ്ഞിട്ട്. സോ ഇതാണ് എന്റെ ഓണർ, ഈ പെണ്ണുങ്ങളുടെ കൂടെ. So if somebody come and tell my name, you will give discount. Okay. Okay. Bye. Bye. Okay, Kuya. Bye bye. So നമ്മള് ബഹോളിനോട് ഇവിടെ പറയാണ്. ബഹോള് കണ്ടോ? ബഹോളിന്റെ ഇതാണ് ആ ചോക്ലേറ്റ് ഹിൽസും ആ സൈഡിലെ മങ്കിനെ വെച്ചാണ്, ടാർഷറിനെ വെച്ചാണ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ്. വന്നു കഴിഞ്ഞാൽ കാണേണ്ട സ്ഥലങ്ങള്. ഇവിടുത്തെ ലോക്കൽ ഫുഡ് ഐറ്റംസ് ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ആക്ച്വലി ഈ സാധനം കണ്ട സിസിക്ക് ഗ്രില്ലാണ്, അതേപോലെ അദോബോ എന്ന് പറയുന്ന സാധനം, പിന്നെ വേറെ എന്ത് സാധനം കൂടെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ലോക്കൽ ഐറ്റംസ്. പക്ഷെ ഇൻസ്റ്റന്റ് ഓഫ് പോർക്ക് കഴിക്കാതെ ഒരു പോർക്കിന്റെ സ്ഥലത്ത് ചിക്കൻ ചോദിച്ചാൽ മതി. ചിക്കൻ സിസിക്ക് ഉണ്ട്, ചിക്കൻ അദോബോ ഉണ്ട്. അപ്പോൾ ചിക്കനിലും കിട്ടും ആ സാധനങ്ങളൊക്കെ. ഇതാണ് ഇവിടുത്തെ ഒരു ലോക്കൽ മെനൂസ്. ഇവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഫിലിപ്പിനോ ഐറ്റംസ്. സോ ആസ് യൂഷ്വൽ നമ്മൾ ഓൺലൈനിലാണ് ടിക്കറ്റ് എടുത്ത്. ഓഷ്യൻ ജെറ്റിന്റെ 540 കയറും. 2 മണിക്കൂറുണ്ട്. സെബുലേക്ക് 740 അവിടെ എത്തും. പിന്നെ ഞാൻ അവിടെ ടെർമിനൽ ഫീ 30 ആണ്, കുറച്ച് കൂടുതലാണ്. സാറിന് 15 ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് അവിടെ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. സീറ്റ് നമ്പർ ഉറപ്പിക്കുക. സീറ്റ് നമ്പർ എനിക്ക് 37B അവിടെ നിന്ന് കിട്ടി. 30 ടെർമിനൽ ഫീ അടയ്ക്കാം. ടെർമിനൽ ഫീ അടച്ചിട്ട് നേരെ ഉള്ളോട്ട് കയറാൻ പോവാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. പൊതുമകട്ടെ ഇതൊക്കെ ഇവിടുത്തെ മെയിൻ ടെർമിനൽസ് ആണ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ടിക്കറ്റ് പോയി എടുക്കുക. അവിടെ പുറത്തൊക്കെ ഷോപ്പുണ്ട്. ബട്ട് ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ എടുക്കുന്നതാണ്. സോ നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ ഓടി തന്നെ പേടിക്കാനില്ല. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടിക്കറ്റ് മാത്രമാണ്. സീറ്റ് അറിയില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സീറ്റ് ഉണ്ടാവും. നമ്മുടെ ഫ്ലൈറ്റ് മാതിരി തന്നെയാണ് സീറ്റ്. ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിൽ ഇവരെ കൗണ്ടർ ഉണ്ടാവും. അവിടെ പോയിട്ട് സീറ്റ് അവിടെ നിന്ന് പറഞ്ഞ് വാങ്ങാം. അവർ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. അവരടിച്ച് സീറ്റ് കയറ്റി തരും. പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും പോർട്ട് ടെർമിനൽ ഫീ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും. ഒരു 30 പെസോ അടിച്ചിട്ടുണ്ടല്ലേ. ചില നേരത്ത് ഞാൻ 15 അടിച്ചിട്ടുണ്ട്, ചില നേരത്ത് 14 അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നമ്മളിനി മണിലേക്കാണ് സെബുലേക്കാണ് പോകുന്നത്. സെബു നമുക്ക് വീണ്ടും മണിലേലെത്തണം. നമ്മളൊന്ന് ഉറങ്ങണമെങ്കിൽ രാത്രിയാവും. സോ ലെറ്റ്സ് സീ. 40 പറഞ്ഞ ഓൾമോസ്റ്റ് 6 o'clock നമ്മൾ ബോർഡിങ് ചെയ്യുന്നത്. സോ ഫെറീസ് ഒക്കെ ഒരു 10-20 മിനിറ്റെങ്കിലും ഡിലേ ഉണ്ട്. പുറപ്പെടാനാകുമ്പോഴേക്ക് ഒരു അരമണിക്കൂർ ഡിലേ ആയി മാറുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ എടുക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് ഒക്കെ തമ്മിൽ നല്ല ഡിസ്റ്റൻസ് വെക്കുക. അതുപോലെ പോർട്ടും എയർപോർട്ടൊക്കെ തമ്മിൽ ചിലപ്പോൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ആൾക്കാരൊക്കെ ഓൺ ബോർഡ് ചെയ്തുകൊണ്ട് നല്ലോണം ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ ഫെറിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ ഓഷ്യൻ ജെറ്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ്.
പിന്നെ അതുപോലെ വേറെ 1-2 ഫ്ലൈറ്റ്സ് കൂടെ ഫെറീസ് കൂടി ഉണ്ട്. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. സോ ലെറ്റ്സ് നമ്മൾ പുറപ്പെട്ട 2 മണിക്കൂറാണ് കാണിക്കുന്നത്. മോക്കും സേഫ്റ്റി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാണ് ഫ്ലൈറ്റിൽ കാണിക്കുന്ന പോലെ. അതുപോലെ ബസ്സിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സീറ്റിന്റെ അടിയിലുണ്ട് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ ഫ്ലൈറ്റ് മാറി തന്നെ ഉണ്ടോ, നമ്പർ ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഞാൻ 3-ാമത്തെ ഫെറിയാണ് കയറുന്നത്, കുറെ കാണിച്ചിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഒന്നുകൂടി കാണിക്കാണ്. യാത്രകളും കാര്യങ്ങളൊക്കെ സ്മൂത്താണ്, ഒരു ട്രെയിനിലിരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ദാറ്റ്സ് ഓൾ. നോർമൽ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണ്. നല്ല ഹൗസ്ഫുൾ ആണ് കേട്ടോ. കാരണം ബൊഹോളിലേക്കുള്ള ലാസ്റ്റത്തെ സെബുലേക്കുള്ള ലാസ്റ്റത്താണെന്ന് തോന്നുന്നത്. ഇത് കഴിഞ്ഞാൽ സെബുലേക്ക് ഇന്നില്ല, നാളെ രാവിലെ ഉള്ളൂ. സമയം 8:20 7:40 എത്തേണ്ടതാണ്. അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രശ്നം. ആ ഒരു ടൈമായി. അപ്പൊ 9 മണിന്റെ ഫ്ലൈറ്റ് ഒക്കെ ആയിരുന്നു ബുക്ക് ചെയ്ത്, എനിക്ക് കിട്ടുപോലില്ലായിരുന്നു. 7:40 എത്തുന്ന വിചാരിച്ച്. അതുണ്ടോ, നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു. വെൽക്കം ടു സെബു. ഇതിപ്പോ സെബു സിറ്റിയില്ല. ബൊഹോളിനെ പറ്റി പറയുകയാണെങ്കിൽ ബൊഹോൾ അടിപൊളിയായിരുന്നു. എനിക്കൊരു വയനാട് ടച്ച് ഒക്കെ ആയിരുന്നു കേട്ടോ കുറെ തോന്നിയത്. നല്ല ഗ്രീനറി ഉണ്ട്. മറ്റുള്ളടത്ത് എവിടെയും ഐലൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പങ്ക്ലാവ് ഐലൻഡ് ഒക്കെ ഉണ്ട്. നമുക്ക് ടൈമില്ല, നമ്മൾ ആകെ 6 മണിക്കൂറായിരുന്നു സ്പെൻഡ് ചെയ്ത്. അപ്പൊ നമ്മൾ ചോക്ലേറ്റ് ഹിൽസ് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഇതുണ്ട്. നമ്മൾ ലോങ് ആദ്യം പിടിച്ച് അവിടുന്ന് തിരിച്ചു വരായത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൊഹോളിൽ ഇറങ്ങിയിട്ട് നേരെ ലൊബോ റിവറും ഉച്ചക്ക് അവിടെ ഇതാക്കിയിട്ട്, അതേപോലെ ആ റിവറിന്റെ അകത്ത് പാഡിൽ ഇതൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ആ ടാർസിയർ സാങ്ച്വറി പോയി അവിടുന്ന് ചോക്ലേറ്റ് ഹിൽസ് പോകും, അങ്ങനെ തിരിച്ചു വരാം, അങ്ങനെയൊക്കെ ചെയ്യാം. 60 കിലോമീറ്റർ നമ്മൾ റണ്ണിങ് ഉണ്ട് വൺ സൈഡ്. അത്രയും ദൂരം നമ്മൾ കവർ ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് 200 സംതിങ് പെസോടെ പെട്രോൾ അടിക്കേണ്ടി വന്നു. ഒരു 300 വണ്ടിക്കും കൊടുത്തു. 10-600 പെസൊക്കെ നമ്മൾ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഏകദേശം 600 പെസോ എന്ന് കേട്ട് ഒരുപാടില്ല, 40-50 ദിർഹംസിന് അടുത്തുള്ളൂ. നമ്മളെ എക്സ്കർഷൻ കഴിഞ്ഞു പരിപാടികള്. അഗെയിൻ ജോളിബി തന്നെയാണുള്ളത്. അപ്പൊ നമ്മളെ ചെക്ക് ഇൻ ചെയ്തു. ഇത് കുറച്ചുകൂടി ബെറ്റർ എയർപോർട്ടാണ്. മനില കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സെറ്റപ്പ് ആയിട്ടുള്ളത് സെബു ആണുള്ളത്. നമ്മളിനി ഇവിടുന്ന് മനിലയിലേക്ക് പോകണം. മനില ഓൾമോസ്റ്റ് 1 മണിക്ക് ലാൻഡ് ചെയ്യാം. അവിടുന്ന് നമുക്ക് ഹോസ്റ്റലിലേക്ക് 10 കിലോമീറ്റർ ചെയ്യാനുള്ളൂ. 10 കിലോമീറ്റർ അല്ലേ, 3 കിലോമീറ്റർ ചെയ്യാനുള്ളൂ. ഒരു കിടന്നുറങ്ങാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് ഞാൻ വന്നത് ഗ്രാബിൽ ബുക്ക് ചെയ്തതാണ്. ഗ്രാബാണ് എനിക്ക് ഒരു ആപ്ലിക്കേഷനായിട്ട് ഇവിടെ തോന്നിയിട്ടുള്ളൂ. കാരണം വേറെ ടാക്സി ആപ്പൊന്നും ഞാൻ കണ്ടില്ല. ഗ്രാബിൽ നമുക്ക് കാർഡ് വെച്ച് പേയ്മെന്റ് ചെയ്യാം, ക്യാഷ് വെച്ച് പേയ്മെന്റ് ചെയ്യാം, 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഫ്രണ്ട്. Oi, Naruto, you. your name? Mario. Mario. Hello. Okay, hi. അപ്പൊ Welcome നമ്മള് to the Philippines. വെൽക്കം ടു മനില. അപ്പൊ നമ്മള് 1 മണിക്ക് ഇറങ്ങേണ്ട സാധനം 1:55 ഇറങ്ങിയത്. ഏകദേശം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഫ്ലൈറ്റ് ഡിലേ 50 മിനിറ്റോളം ഡിലേ ആയി. അവിടുന്ന് പുറപ്പെടാൻ 1 മണിക്കൂറിന്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. സെബുന്ന് മനിലയിലേക്ക് 1 മണിക്ക് ഇറങ്ങേണ്ട. 2 മണി ഇറങ്ങിയ അവിടെ തന്നെ ഞാൻ ഗ്രാബ് ബുക്ക് ചെയ്ത് വെച്ചാൽ സ്പോട്ടിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഗ്രാബ് നല്ല സാധനം ഉണ്ട്. ബുക്ക് ചെയ്ത സ്പോട്ടിൽ ഡ്രൈവർമാരുണ്ട്. കൂടുതൽ കോമൺ സാധനമായിരിക്കും. അപ്പോൾ ഹോസ്റ്റലിലേക്ക് ആകെ നമുക്കൊരു 10 മിനിറ്റിന് താഴെ ഉള്ളൂ. 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സോ നേരെ ഹോസ്റ്റലിൽ പോയി ചെക്ക് ഇൻ ചെയ്യട്ടെ. ഓക്കെ, സോ ഇതാണ് നമ്മളെ ഹോസ്റ്റല്. നമ്മള് വന്ന് ഇവിടെ ചെക്ക് ഇൻ ചെയ്ത്. ഇവിടെ 24 hours റിസപ്ഷൻ ആളുണ്ട്. സോ നല്ല ഹോസ്റ്റലാണ്. അത്യാവശ്യം ഫുൾ സെറ്റപ്പും കാര്യങ്ങളും ഉള്ളതാണ്. ഹോസ്റ്റലിൽ ആകെ നമുക്കൊരു 10 മിനിറ്റ് വേണ്ടതെന്നുള്ളൂ. സോ നമ്മൾ ഉറങ്ങട്ടെ. നമുക്ക് ബാക്കി കാര്യങ്ങൾ നാളെ നോക്കാം.